അതുപോലെ ഇപ്പോൾ ഈ പേഴ്സണൽ എക്സ്പെൻസും ബിസിനസ് എക്സ്പെൻസും മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രൊപ്പറേറ്റർ ആണ്, ആൾക്കൊരു കാറുണ്ട്, അത് ആളുടെ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ എക്സ്പെൻസ് എടുക്കുക? നമ്മളിപ്പോൾ കാറ്, ഇപ്പം നിഷിത നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു കാറുണ്ട്. സാധാരണ ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് വേറെ കാറ് വാങ്ങിക്കാനായിട്ട് പലർക്കും പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ നമ്മുടെ സ്വന്തം കാറ് തന്നെ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഓടിക്കുന്നു, അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ട് റൺ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊപ്പോർഷൻ്റെ കേസ് ഉണ്ടല്ലോ, അത് ഇവിടെയും അപ്ലിക്കബിൾ ആവും. അപ്പോൾ എത്രത്തോളം ഒരു പെർസെൻറ്റേജ് നമ്മൾ ഒരു പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു 50% ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓൾമോസ്റ്റ് എല്ലാ എക്സ്പെൻസസിൻ്റെയും 50% നമുക്ക് ക്ലെയിം ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഡിപ്രീസിയേഷൻ ആണ് 50%. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ എടുക്കും, എന്നിട്ട് 50% എന്ത് ചെയ്യും, ഡിസലവ് ചെയ്യും. അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, ഡീസൽ എക്സ്പെൻസ് അല്ലെങ്കിൽ പെട്രോൾ എക്സ്പെൻസ്. ഇനിയിപ്പോൾ നമ്മളൊരു ഡ്രൈവറെ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ അദ്ദേഹം ഒഫീഷ്യലി നമ്മുടെ പ്രൊഫഷണൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് 100% ക്ലെയിം ചെയ്യാം. അതല്ല, നമ്മളുടെ വീട്ടുകാര്യത്തിനും കൂടി അദ്ദേഹം അത് ആൾ തന്നെയാണ് ഡ്രൈവർ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ, ആ പ്രൊപ്പോർഷനിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ.